നമസ്കാരം, വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇത് ഞാൻ വേൾഡ് ഫേമസ് ആയ തീരമിസു എന്ന ഇറ്റാലിയൻ സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നത്. അപ്പം അതിന് ഒത്തിരി വലിയ സാധനങ്ങളും ബഹളങ്ങളും ഒന്നുമില്ല. പക്ഷേ ചില സാധനങ്ങൾ എനിക്കറിയത്തില്ല, കേരളത്തിൽ കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. എനിവേ നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്കിപ്പം ആ ഡിഷ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നുമില്ലെങ്കിലും അതെങ്ങനെയാണെന്നൊന്ന് കാണാമല്ലോ. സിമ്പിളായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് പല ടൈപ്പുണ്ട്. ഇത് ക്ലാസിക്കായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു മലയാളികൾ ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഇതിന് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. സ്വീറ്റ് ചീസും ഒക്കെ വേണം. അപ്പോൾ എനിവേ നമുക്കത് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഞാനിത് സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ്. എനിക്ക് ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഓർത്തു അത് നിങ്ങൾക്കൂടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം തീരമിസു എന്ന വാക്കിൻ്റെ അർത്ഥം, ഞാനത് പറയാൻ മറന്നുപോയി, ചിയർ മീ അപ്പ് എന്നാണ്. ചിയർ മീ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ഒത്തിരി ഡ്രൗസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇതിൻ്റെ ഒരു പോർഷൻ കഴിച്ചാൽ മതി, നമ്മൾ പെട്ടെന്ന് എനർജറ്റിക് ആകുമെന്ന്. അതിന് പ്രധാന കാരണം എനിക്ക് തോന്നുന്നു അതിൽ കോഫിയുണ്ട്. ഈ കോഫിയിൽ മുക്കിയാണ് ഇത് റെഡിയാക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇവരങ്ങനെ പറയുന്നത്. അപ്പോൾ എനിവേ അത് ഞാൻ താമസിക്കുന്ന ഉള്ള ആൾക്കാരുടെ തന്നെ അവർ തന്നെ ഇത് ചെയ്ത സാധനമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിവേ തിരമിസു എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ഈ ടൈപ്പ് ബിസ്ക്കറ്റ്, അതായത് സവിയോളി എന്ന് പറയുന്ന ബിസ്ക്കറ്റ്. ഇതിങ്ങനെ വെയ്റ്റ്ലെസ് ബിസ്ക്കറ്റാണ്. ഇതാണ് കാപ്പിയിൽ മുക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. 1.5 കപ്പ് കട്ടൻ കാപ്പി പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്തത്, അതും തണുത്തത്. 2 മുട്ട, 70 ഗ്രാം പഞ്ചസാര, 250 ഗ്രാം മസ്കർപോണെ സ്വീറ്റ് ചീസ്, പിന്നെ 200 ml പന എന്ന് പറഞ്ഞാൽ ഹെവി വിപ്പിംഗ് ക്രീം 200 ml. അത് നാട്ടിലും കിട്ടുന്നതാണ്. ഈ ഡിഷ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മുകളിൽ നമ്മൾ സാധാരണ അതിൻ്റെ പുറത്ത് ചിലർ കോഫി പൗഡർ ഇടും, ചിലർ ചോക്ലേറ്റ് പൗഡർ ഇടും. ഞാൻ ചോക്ലേറ്റ് പൗഡറാണ് പ്രിഫർ ചെയ്യുന്നത്. അത് നമുക്ക് ഉണ്ടാക്കി മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ കാണാം. ഇപ്പം നമുക്ക് ഇനി ആദ്യമായിട്ട് ഇതിന് ചെയ്യാനുള്ളത്, ഇതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും തമ്മിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതാദ്യം ചെയ്തിട്ട് ഞാൻ പറയാം. എഗ് വൈറ്റും എഗ് യോക്കും 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ വിപ്പിംഗ് ക്രീം ഈ പാത്രത്തിലേക്ക് എടുത്തു. ആദ്യം നമുക്ക് ഈ എഗ് വൈറ്റ് ഒന്ന് അടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഈ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാം. അതിനുശേഷം പഞ്ചസാര ഇട്ട് ഈ എഗ് യോക്ക് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അതിൻ്റെ അകത്തോട്ട് ഈ മസ്കർപോണെ എന്ന സ്വീറ്റ് ചീസൂടെ ഇട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്യാം. എഗ് വൈറ്റ് ഒന്ന് ഇത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടല്ലോ. ഹാൻഡ് ബീറ്റ് വേണോ, നമ്മുടെ വിസ്ക് ആയാലും മതി. പക്ഷേ ഇച്ചിരി നേരം സമയം എടുക്കും ഇതൊന്ന് അടിക്കും. ഇപ്പം നമ്മൾ എഗ് വൈറ്റ് അല്ലെങ്കിൽ ആൽബുമിൻ അടിച്ച് നല്ല സോഫ്റ്റ് പത പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിരിക്കുന്നത് അടിച്ചെടുക്കാമേ. നന്നായി അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇത് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എഗ്ഗിൻ്റെ യോക്ക് ഇതൊന്ന് അടിക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് പിന്നെ സ്വീറ്റ് മസ്കർപോണെ ചീസൂടെ ആഡ് ചെയ്ത് അടിക്കാമേ. ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ എൻ്റെ കൈ നിശ്ചയം തെറിച്ചു. അപ്പോൾ എനിവേ ഇത് അടിക്കാതെ $70 ഗ്രാം പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഒറ്റയടിക്ക് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് ഇത് അടിച്ച് പതപ്പിക്കാമേ. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസ്കർപോണെ ചീസ് ഇത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് അടിച്ച് ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാമേ. ആദ്യം ഞാൻ കുറച്ച് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ അത് ആഡ് ചെയ്യാനായിട്ട് നല്ലത്. ഒന്നിച്ചിട്ടാലത് ഭയങ്കര പാടാണ്, അത് അടിയാൻ പാടാം. അപ്പം നമുക്ക് അടുത്ത് ഈ സ്റ്റെപ്പ് ഒന്ന് അടിച്ച് നോക്കാം.
ആ ചീസും എഗ് യോക്കും ഷുഗറും കൂടെ അടിച്ച ബാറ്റർ നന്നായിട്ട് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം അടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ ആൽബുമിൻ അത് നന്നായി അടിച്ച് പതച്ചതൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് മുട്ടയുടെ എഗ്ഗിൻ്റെ വൈറ്റ് ആഡ് ചെയ്തിട്ട് ഒത്തിരി നമ്മൾ വിപ്പ് ചെയ്തിട്ട് ഇറക്കത്തില്ല. അത് ജസ്റ്റ് ഒന്ന് സ്റ്റിയർ ചെയ്തെടുക്കത്തേ ഉള്ളേ, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല. അതൊക്കെ അടിച്ച് പതഞ്ഞ് നല്ല പത പോലെയല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റിയർ ചെയ്തെടുക്കാം. ഇതിനകത്ത് എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ തിരമീസുവിനുള്ള അതിൻ്റെ ഇടയ്ക്ക് ചേർക്കാനുള്ള ആ ഡൗ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചെന്തിനാ മുട്ടയുടെ വെള്ള വേറെ അടിച്ചത്, പിന്നെ ഇതെന്തിനാ വിപ്പിംഗ് ക്രീം എന്തിനാ വേറെ അടിച്ചത്, ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു മിക്സിയിലോട്ടിട്ട് ഒറ്റയടി അടിച്ചാൽ പോരെയെന്ന് ഓർക്കും. ഇത് ചെയ്യരുത്. ഞാനും ഒത്തിരിയൊന്നും ഈ ഇറ്റാലിയൻ കുക്കിംഗ് അറിയാൻ മേലാഞ്ഞൊരു സമയത്ത് ഞാനും ഈ പരിപാടി തന്നെ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം കൂടെ ഒന്നിച്ചൊരു മിക്സിക്കകത്തിട്ട് അടിച്ചു. അപ്പിടി കുളമായിപ്പോയി, അത് ശരിയായിട്ട് വന്നില്ല. അപ്പം ഇവർ പറയുന്നത് പിന്നെ എനിക്കൊരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചപ്പം അവൾ പറഞ്ഞു തന്നു, ഇത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അടിച്ചിട്ട് ഇത് ചെയ്തെങ്കിൽ മാത്രമേ അതിന് യഥാർത്ഥ ആ ടേസ്റ്റ് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇനി അധികം വലിയ പണിയൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇത് ഈ ഡൗ ശരിയായിട്ടുണ്ട്, ബിസ്ക്കറ്റ്സ് റെഡി ആയിട്ടുണ്ട്, കാപ്പിയും പഞ്ചസാരയും കൂടെ റെഡിയാക്കി വെച്ചേക്കുന്ന റെഡിയായി. ഇനി സെറ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു നല്ല അടപ്പുള്ള ഒരു ടംബ്ലർ എടുത്തു. ഇത് ഗ്രീസ് ചെയ്യൊന്നും വേണ്ട കേട്ടോ, കാരണം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതല്ലേ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു ലെയർ ബിസ്ക്കറ്റ് എടുക്കാം. അപ്പം ഈ ബിസ്ക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്, പൊങ്ങ് പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റ്. ഇതിപ്പോൾ ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നാട്ടിൽ നമുക്ക് ഈ പൊങ്ങ് പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ കിട്ടുമല്ലോ വാങ്ങിക്കാൻ ബേക്കറിയല്ല, അത് വെച്ച് വേണ്ടി നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഈ ബിസ്ക്കറ്റ് ആദ്യം നമ്മൾ ഈ തണുത്ത കട്ടൻ കാപ്പിയിൽ ഒന്ന് മുക്കണം. ജസ്റ്റ് ഒന്ന് മുക്കണം, മുക്കി ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കില്ല. മുക്കിയത് ആദ്യം ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നു. നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇത് ഈ ട്രേ മുഴുവൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഈ കട്ടൻ കാപ്പിയും പഞ്ചസാരയും ബിസ്ക്കറ്റും എല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇതിന് ചിയർ മീ അപ്പ് എന്ന പേര് വരുത്തുന്നത്. കാരണം ഇത് പ്രോപ്പർ കാപ്പി ചെന്നാൽ തന്നെ നമ്മൾ ചിയറാവും, പിന്നെ ഇതുകൂടെ ചെന്ന് കഴിഞ്ഞാലോ കംപ്ലീറ്റ്ലി ചിയറാവും. നമ്മളുടെ ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റ് കാപ്പിയിൽ കുതിർത്തത് ഇട്ടു. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മളുടെ ആ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ഡൗ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഒന്ന് ലെയർ ചെയ്യാം. ഇതൊന്ന് ഒരു സ്പാച്ചില വെച്ചൊന്ന് ലെവലൈസ് ചെയ്യാം. അടുത്ത ലെയർ ബിസ്ക്കറ്റ് നമുക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ലെയർ ക്രീം ആഡ് ചെയ്യാം. ഫൈനൽ ലെയർ നന്നായിട്ട് ഏറെ ക്രീം ആഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ പുറത്ത് ഇവിടുത്തെ ട്രഡീഷൻ അനുസരിച്ച് കാപ്പിപ്പൊടിയാണ് ഇടുന്നത്. ഞാൻ ഇടുന്നില്ല, ഞാൻ ചോക്ലേറ്റ് പൊടിയാണ് ഇടുന്നത്. എനിക്കിഷ്ടമല്ല കാപ്പിപ്പൊടി. രണ്ടിലേതെങ്കിലും ഓപ്ഷനില്ല കേട്ടോ. കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഇടുന്നതിനേക്കാൾ നല്ലത് ചോക്ലേറ്റ് പൊടി ഇടുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ തിരമീസു എന്ന സ്വീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ ഒരു അടപ്പ് വെച്ച് അടച്ച് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ
വെക്കാം. നോർമൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിനായിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ലിഡ് വെച്ച് അടയ്ക്കട്ടെ. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ സ്വീറ്റായ തിരമിസു റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കിതിൽ ഒരു പോർഷൻ ഒരാൾക്ക് കഴിക്കാനുള്ള സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ തിരമിസു റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരമിസു. ഇത് ചിയർമിയ എന്ന് പറയാം. നല്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു പീസ് ഞാൻ കഴിച്ച് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ കടയിൽ നിന്ന് മേടിക്കുന്ന തിരമിസുവിൻ്റെ അതേ ടേസ്റ്റിൽ വന്നേക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഇറ്റാലിയൻ തിരമിസു. അത് ഇതിൻ്റെ ക്ലാസിക് വേർഷനാണ് ഞാൻ കാണിച്ചത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ന്യൂ ആയി സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ഒരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.